ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള PSC ഷോർട്ട് നോട്ട്സ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സുമാണ്. തൊഴിൽ വാർത്തയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ എത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2023 ഡിസംബർ 8 മുതൽ 15 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയത് ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്, ജാപ്പനീസ് ഫിലിമാണ് ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. 2023 ഡിസംബർ 8 മുതൽ 15 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയത് ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. മറ്റു പുരസ്കാരങ്ങൾ: മികച്ച സംവിധായകൻ ഷോക്കിർ വോലിക്കോവ്, മികച്ച സംവിധായകൻ ഷോക്കിർ വോലിക്കോവ്. ചിത്രം സൺഡേ, ഉസ്ബെക്കിസ്ഥാൻ ഫിലിമാണ്. മികച്ച സംവിധായകൻ ഷോക്കിർ വോലിക്കോവ്. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ മികച്ച നവാഗത സംവിധായകനായി തടവ് എന്ന മലയാള ചിത്രത്തിന്റെ സംവിധായകൻ ഫാസിൽ റസാഖ് തിരഞ്ഞെടുക്കപ്പെട്ടു. മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രവും തടവാണ്. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ മികച്ച നവാഗത സംവിധായകനായി തടവ് എന്ന മലയാള ചിത്രത്തിന്റെ സംവിധായകൻ ഫാസിൽ റസാഖ് തിരഞ്ഞെടുക്കപ്പെട്ടു. മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രവും തടവാണ്. ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സംവിധായകനുള്ള KR മോഹനൻ പുരസ്കാരം ഉത്തം കമാഠി, ചിത്രം കർവാൾ. ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സംവിധായകനുള്ള KR മോഹനൻ പുരസ്കാരം ഉത്തം കമാഠി, ചിത്രം കർവാൾ. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ആട്ടം, സംവിധാനം ആനന്ദ് ഏഗർഷി. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ആട്ടം, സംവിധാനം ആനന്ദ് ഏഗർഷി. മലയാള സിനിമയിലെ നവാഗത സംവിധായകർക്കുള്ള ഫിപ്രസി പുരസ്കാരം B32 മുതൽ 44 വരെ എന്ന ചിത്രത്തിലൂടെ ശ്രുതി ശരണ്യം സ്വന്തമാക്കി. മലയാള സിനിമയിലെ നവാഗത സംവിധായകർക്കുള്ള ഫിപ്രസി പുരസ്കാരം B32 മുതൽ 44 വരെ എന്ന ചിത്രത്തിലൂടെ ശ്രുതി ശരണ്യം സ്വന്തമാക്കി. സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസി നേടി. സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസി നേടി. ഒന്നുകൂടി, 2023 ഡിസംബർ 8 മുതൽ 15 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയത് ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്, ജാപ്പനീസ് ചിത്രമാണ്. മറ്റു പുരസ്കാരങ്ങൾ: മികച്ച സംവിധായകൻ ഷോക്കിർ വോലിക്കോവ്, മികച്ച സംവിധായകൻ ഷോക്കിർ വോലിക്കോവ്. ചിത്രം സൺഡേ, ഉസ്ബെക്കിസ്ഥാൻ ഫിലിമാണ്. അടുത്തത്, അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ മികച്ച നവാഗത സംവിധായകനായി തടവ് എന്ന മലയാള ചിത്രത്തിന്റെ സംവിധായകൻ ഫാസിൽ റസാഖ് തിരഞ്ഞെടുക്കപ്പെട്ടു. മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രവും തടവാണ്. ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സംവിധായകനുള്ള KR മോഹനൻ പുരസ്കാരം ഉത്തം കമാഠി, ചിത്രം കർവാൾ. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ആട്ടം, സംവിധാനം ആനന്ദ് ഏഗർഷി. മലയാള സിനിമയിലെ നവാഗത സംവിധായകർക്കുള്ള ഫിപ്രസി പുരസ്കാരം B32 മുതൽ 44 വരെ എന്ന ചിത്രത്തിലൂടെ ശ്രുതി ശരണ്യം സ്വന്തമാക്കി. സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസി നേടി. അടുത്ത ക്വസ്റ്റ്യൻ, സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഫാത്തിമ വസീം. സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഫാത്തിമ വസീം. 15,200 അടി മുകളിലുള്ള ലോകത്തെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ. 15,200 അടി മുകളിലുള്ള ലോകത്തെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ. സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഫാത്തിമ വസീം. അടുത്തത്, രാജ്യത്തെ ഏറ്റവും വലിയ സോളാർ ക്രൂയിസ് ബോട്ട് ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പേര് ഇന്ദ്ര. രാജ്യത്തെ ഏറ്റവും വലിയ സോളാർ ക്രൂയിസ് ബോട്ട് ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പേര് ഇന്ദ്ര. അടുത്ത ക്വസ്റ്റ്യൻ, ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ വകുപ്പ്
2019 കേന്ദ്ര സർക്കാർ റദ്ദാക്കിയ നടപടി സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് 2023 ഡിസംബർ 11 ഏകകണ്ഠമായി ശരിവച്ചു. വകുപ്പ് ഏത്? 370. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ വകുപ്പ് 2019 കേന്ദ്ര സർക്കാർ റദ്ദാക്കിയ നടപടി സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് 2023 ഡിസംബർ 11 ഏകകണ്ഠമായി ശരിവച്ചു. വകുപ്പ് ഏത്? 370. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി എത്രയും വേഗം പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ട കോടതി ലഡാക്കിനെ വേർപെടുത്തി നിയമസഭയില്ലാത്ത കേന്ദ്രഭരണ പ്രദേശമാക്കിയ നടപടിയും ശരിവച്ചു. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി എത്രയും വേഗം പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ട കോടതി ലഡാക്കിനെ വേർപെടുത്തി നിയമസഭയില്ലാത്ത കേന്ദ്രഭരണ പ്രദേശമാക്കിയ നടപടിയും ശരിവച്ചു. 2019 ഓഗസ്റ്റ് 5 രാഷ്ട്രപതി പുറപ്പെടുവിച്ച ഉത്തരവിലൂടെയാണ് പ്രത്യേക പദവി റദ്ദാക്കിയത്. 1952 നവംബർ 17 മുതൽ ജമ്മു കാശ്മീരിനെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായി പ്രഖ്യാപിച്ചാണ് 370 അനുച്ഛേദത്തിലൂടെ പ്രത്യേക പദവി നൽകാൻ തീരുമാനിച്ചത്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ വകുപ്പ് 370 2019 കേന്ദ്ര സർക്കാർ റദ്ദാക്കിയ നടപടി സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് 2023 ഡിസംബർ 11 ഏകകണ്ഠമായി ശരിവച്ചു. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി എത്രയും വേഗം പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ട കോടതി ലഡാക്കിനെ വേർപെടുത്തി നിയമസഭയില്ലാത്ത കേന്ദ്രഭരണ പ്രദേശമാക്കിയ നടപടിയും ശരിവച്ചു. 2019 ഓഗസ്റ്റ് 5 രാഷ്ട്രപതി പുറപ്പെടുവിച്ച ഉത്തരവിലൂടെയാണ് പ്രത്യേക പദവി റദ്ദാക്കിയത്. 1952 നവംബർ 17 മുതൽ ജമ്മു കാശ്മീരിനെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായി പ്രഖ്യാപിച്ചാണ് 370 അനുച്ഛേദത്തിലൂടെ പ്രത്യേക പദവി നൽകാൻ തീരുമാനിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭയുടെ 29 ആഗോള കാലാവസ്ഥാ ഉച്ചകോടി ഏത് രാജ്യത്താണ് നടക്കുന്നത്? അസർബൈജാൻ. ഐക്യരാഷ്ട്രസഭയുടെ 29 ആഗോള കാലാവസ്ഥാ ഉച്ചകോടി ഏത് രാജ്യത്താണ് നടക്കുന്നത്? അസർബൈജാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പേര്? സൂറത്ത് ഡയമണ്ട് ബോർഡ്സ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പേര്? സൂറത്ത് ഡയമണ്ട് ബോർഡ്സ്. 3200 കോടി രൂപ ചിലവഴിച്ച സമുച്ചയം വലുപ്പത്തിൽ US പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിനും മുന്നിലാണ്. വജ്രവ്യാപാരത്തെ ഒരു കുടക്കീഴിലെത്തിക്കുന്ന സമുച്ചയം സൂറത്ത് നഗരത്തിനടുത്ത് ഖജോഡ് ഗ്രാമത്തിൽ ഡയമണ്ട്സ് ആൻഡ് റിസർച്ച് മെർക്കൻഡൈൽ സിറ്റി അഥവാ ഡ്രീം സിറ്റിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 3200 കോടി രൂപ ചിലവഴിച്ച സമുച്ചയം വലുപ്പത്തിൽ US പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിനും മുന്നിലാണ്. വജ്രവ്യാപാരത്തെ ഒരു കുടക്കീഴിലെത്തിക്കുന്ന സമുച്ചയം സൂറത്ത് നഗരത്തിനടുത്ത് ഖാജോഡ് ഗ്രാമത്തിൽ ഡയമണ്ട് റിസർച്ച് ആൻഡ് മെർക്കൻഡൈൽ സിറ്റി അഥവാ ഡ്രീം സിറ്റിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതിൻ്റെ പേര് സൂറത്ത് ഡയമണ്ട് ബോർഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു സുപ്രധാന സംഭവത്തിന് 2023 ഡിസംബർ 16 250 വർഷം തികഞ്ഞു. സംഭവം ഏത്? ബോസ്റ്റൺ ടീ പാർട്ടി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു സുപ്രധാന സംഭവത്തിന് 2023 ഡിസംബർ 16 250 വർഷം തികഞ്ഞു. സംഭവം ഏത്? ബോസ്റ്റൺ ടീ പാർട്ടി. 1773 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ തേയില നിയമത്തിനെതിരെ 1773 ഡിസംബർ 16 മസാച്യൂസെറ്റ്സിലെ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലിൽ നിന്ന് 342 തേയിലപ്പെട്ടികൾ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച പ്രക്ഷോഭകർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ വിഖ്യാതമായി. 1773 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ തേയില നിയമത്തിനെതിരെ 1773 ഡിസംബർ 16 മസാച്യൂസെറ്റ്സിലെ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലിൽ നിന്ന് 342 തേയിലപ്പെട്ടികൾ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച പ്രക്ഷോഭകർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ വിഖ്യാതമായി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു സുപ്രധാന സംഭവത്തിന് 2023 ഡിസംബർ 16 250 വർഷം തികഞ്ഞു. സംഭവം ഏതാണ്? ബോസ്റ്റൺ ടീ പാർട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാള നിരൂപകൻ കൂടിയായ കവി EV രാമകൃഷ്ണൻ.
2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാള നിരൂപകൻ കൂടിയായ കവി ഇ.വി. രാമകൃഷ്ണൻ. മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്ക് സാഹിത്യ പഠന വിഭാഗത്തിലാണ് പുരസ്കാരം ലഭിച്ചത്. മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്ക് സാഹിത്യ പഠന വിഭാഗത്തിലാണ് പുരസ്കാരം ലഭിച്ചത്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാള നിരൂപകൻ കൂടിയായ കവി ഇ.വി. രാമകൃഷ്ണൻ. മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, നാസയുടെ ജെയിംസ് വെബ് ദൂരദർശിനി അടുത്തിടെ കണ്ടെത്തിയ തമോഗർത്തത്തിന് എത്ര വർഷം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്? 1300 കോടി വർഷം. നാസയുടെ ജെയിംസ് വെബ് ദൂരദർശിനി അടുത്തിടെ കണ്ടെത്തിയ തമോഗർത്തത്തിന് എത്ര വർഷം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്? 1300 കോടി വർഷം. പ്രപഞ്ചോൽപത്തി സമയത്തുണ്ടായ ഈ തമോഗർത്തം GNZ11 എന്ന ആകാശഗംഗയിൽ സ്ഥിതി ചെയ്യുന്നു. സൂര്യന്റെ ഏകദേശം 10 ലക്ഷം മടങ്ങ് പിണ്ഡവുമുണ്ട്. നക്ഷത്രങ്ങൾ അവയുടെ പരിണാമദശയുടെ അന്ത്യകാലത്ത് ഊർജം സൃഷ്ടിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ട് ഗുരുത്വാകർഷണത്താൽ ചുരുങ്ങിയാണ് തമോഗർത്തമായി മാറുന്നത്. നക്ഷത്രങ്ങൾ അവയുടെ പരിണാമദശയുടെ അന്ത്യകാലത്ത് ഊർജം സൃഷ്ടിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ട് ഗുരുത്വാകർഷണത്താൽ ചുരുങ്ങിയാണ് തമോഗർത്തം അഥവാ ബ്ലാക്ക് ഹോളായി മാറുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം കൃത്രിം. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം കൃത്രിം. ഓൺലൈൻ ടാക്സിയിലൂടെയും ഇലക്ട്രിക് സ്കൂട്ടറുകളിലൂടെയും ശ്രദ്ധേയമായ ഒല എന്ന ഇന്ത്യൻ കമ്പനിയാണ് കൃത്രിം എന്ന AI പ്ലാറ്റ്ഫോം വികസിപ്പിക്കുന്നത്. 22 ഇന്ത്യൻ ഭാഷകൾ മനസ്സിലാക്കാൻ കഴിയുന്ന കൃത്രിം പ്ലാറ്റ്ഫോമിന് മലയാളവും ഇംഗ്ലീഷും ഉൾപ്പെടെ 10 ഭാഷകളിൽ പ്രതികരിക്കാനും സാധിക്കും. ലോകത്ത് ഇതുവരെ നിലവിൽ വന്നിട്ടുള്ള AI പ്ലാറ്റ്ഫോമുകൾ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ചേരുന്ന വിധത്തിലാണ് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ കൃത്രിം ഇംഗ്ലീഷിനൊപ്പം തന്നെ ഇന്ത്യൻ ഭാഷകളും കൈകാര്യം ചെയ്യുന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം കൃത്രിം. ഓല എന്ന ഇന്ത്യൻ കമ്പനിയാണ് കൃത്രിം എന്ന AI പ്ലാറ്റ്ഫോം വികസിപ്പിക്കുന്നത്. 22 ഇന്ത്യൻ ഭാഷകൾ മനസ്സിലാക്കാൻ കഴിയുന്ന കൃത്രിം പ്ലാറ്റ്ഫോമിന് മലയാളവും ഇംഗ്ലീഷും ഉൾപ്പെടെ 16 ഭാഷകളിൽ പ്രതികരിക്കാനും സാധിക്കും. ലോകത്ത് ഇതുവരെ നിലവിൽ വന്നിട്ടുള്ള AI പ്ലാറ്റ്ഫോമുകൾ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ചേരുന്ന വിധത്തിലാണ് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ കൃത്രിം ഇംഗ്ലീഷിനൊപ്പം തന്നെ ഇന്ത്യൻ ഭാഷകളും കൈകാര്യം ചെയ്യുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്ത് ആദ്യമായി ചാണകത്തിൽ നിന്നുള്ള ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോക്കറ്റ് എഞ്ചിൻ പരീക്ഷിച്ച രാജ്യം ജപ്പാൻ. ലോകത്ത് ആദ്യമായി ചാണകത്തിൽ നിന്നുള്ള ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോക്കറ്റ് എഞ്ചിൻ പരീക്ഷിച്ച രാജ്യം ജപ്പാൻ. ജാപ്പനീസ് സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഇന്റർസ്റ്റെല്ലർ ടെക്നോളജീസ് ആണ് ചാണകത്തിൽ നിന്നുള്ള ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോക്കറ്റ് എഞ്ചിൻ പരീക്ഷിച്ചത്. കോസ്മോസ് എഞ്ചിൻ എന്നാണ് ചാണകത്തിൽ നിന്നുള്ള ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോക്കറ്റ് എഞ്ചിന് നൽകപ്പെട്ട പേര്. സീറോ എന്ന റോക്കറ്റിന് വേണ്ടിയാണ് ഇത് വികസിപ്പിച്ചത്. ലോകത്ത് ആദ്യമായി ചാണകത്തിൽ നിന്നുള്ള ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോക്കറ്റ് എഞ്ചിൻ പരീക്ഷിച്ച രാജ്യം ജപ്പാൻ. ജാപ്പനീസ് സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഇന്റർസ്റ്റെല്ലർ ടെക്നോളജീസ് ആണ് ചാണകത്തിൽ നിന്നുള്ള ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോക്കറ്റ് എഞ്ചിൻ പരീക്ഷിച്ചത്. കോസ്മോസ് എഞ്ചിൻ എന്നാണ് ചാണകത്തിൽ നിന്നുള്ള ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോക്കറ്റ് എഞ്ചിന് നൽകപ്പെട്ട പേര്. സീറോ എന്ന റോക്കറ്റിന് വേണ്ടിയാണ് ഇത് വികസിപ്പിച്ചത്. അടുത്തത്, ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ താരം റോബിൻ മിൻസ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ താരം റോബിൻ മിൻസ്. ജാർഖണ്ഡ് സ്വദേശിയായ റോബിൻ മിൻസിനെ ഗുജറാത്ത് ടൈറ്റൻസ് 3.60 കോടി രൂപയ്ക്കാണ് സ്വന്തമാക്കിയത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ താരം റോബിൻ മിൻസ്. ജാർഖണ്ഡ് സ്വദേശിയായ റോബിൻ മിൻസിനെ ഗുജറാത്ത് ടൈറ്റൻസ് 3.60 കോടി രൂപയ്ക്കാണ് സ്വന്തമാക്കിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ എത്തിക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്